കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. രാജിക്കത്ത് KPCCക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ രംഗത്ത് പാർട്ടി പരിഗണിച്ചില്ല എന്ന് ആരോപിച്ചാണ് രാജി. എലത്തൂർ സീറ്റിൽ നിജേഷ് അരവിന്ദിനെ പരിഗണിച്ചിരുന്നെങ്കിലും അന്തിമ പട്ടിക വന്നപ്പോൾ പേര് ഉണ്ടായിരുന്നില്ല. ഇതിൽ അമർഷമുണ്ടായിരുന്നു. ബാലുശ്ശേരിയിലായിരുന്നു നിജേഷിന്റെ പ്രചരണ മേഖല. എന്നാൽ അവിടെയും കാര്യമായ ഉത്തരവാദിത്തങ്ങളൊന്നും പാർട്ടി നിജേഷിനെ ഏൽപ്പിച്ചിരുന്നില്ല. അവസാന ഘട്ടം വരെ സജീവമായി നിന്നെങ്കിലും ഒരു ഉത്തരവാദിത്തവും നൽകാത്തതിൽ നിജേഷ് അതൃപ്തിയിലായിരുന്നുവെന്നാണ് വിവരം. ഈ നിലയിൽ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്നാണ് നിജേഷ് പറയുന്നത്. തുടർന്നാണ് രാജിക്കത്ത് കൈമാറിയിട്ടും നേതൃത്വം ഇതുവരെ നിജേഷ് അരവിന്ദുമായി ബന്ധപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ കോഴിക്കോട്ടെ യുവശബ്ദമാണ് നിജേഷ്. കോൺഗ്രസ് വക്താവായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നിജേഷ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ DCC തയ്യാറായിരുന്നില്ല. അദ്ദേഹം പരസ്യമായി അതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് പിന്നീട് പിൻവലിക്കുകയും പോസ്റ്റിൽ പാർട്ടിക്ക് വിശദീകരണം നൽകേണ്ടി വരികയും ചെയ്തിരുന്നു. ആ സ്ഥാനാർത്ഥി പിന്നീട് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുകയും അയാളെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കേണ്ടി വരികയും ചെയ്തിരുന്നു. നിജേഷിനെ എലത്തൂർ സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന് പറഞ്ഞെങ്കിലും വിദ്യാ ബാലകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. മറ്റു പാർട്ടികളിലേക്ക് പോകാൻ തീരുമാനമില്ലെന്നും കോൺഗ്രസുകാരനായി തുടരുമെന്നും നിജേഷ് പറഞ്ഞു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.